ഇസ്ലാം പാഠശാല ഇസ്ലാമിക് വെബ്സൈറ്റ് islampathashala.net മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇസ്ലാമിക് വെബ്സൈറ്റ്. അൻപത്തിമൂന്നാം വയസ്സിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെ തന്റെ വീട്ടിൽ നിന്ന് ശത്രുക്കൾ കാണാതെ പുറത്തിറങ്ങി. തന്റെ സന്തത സഹചാരിയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഈ കാണുന്ന ജബലുസ് സൗറിന്റെ മുകളിലെ ഗുഹ ലക്ഷ്യമാക്കി അവർ നീങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരഞ്ഞ് ഗുഹക്കടുത്തെത്തിയ ശത്രുക്കൾ കാണാതിരിക്കാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും കൂടി 3 ദിവസം ഒളിച്ചിരുന്ന സൗർ ഗുഹയാണിത്. ശത്രുക്കൾ നബിയെ തിരഞ്ഞ് ഗുഹാമുഖത്തെത്തി. ഭയവിഹ്വലനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചെവിയിൽ പ്രവാചകൻ മന്ത്രിച്ചു, ദുഃഖിക്കേണ്ട, അല്ലാഹു നമ്മോടൊപ്പമുണ്ട്. സൃഷ്ടികളിൽ അത്യുത്തമനായ പ്രവാചകന് അഭയം നൽകിയ സൗർ ഗുഹയുടെ ഉൾഭാഗം. അധ്യായം 9 തൗബ 40-ാം സൂക്തത്തിൽ ഈ സംഭവം വിവരിക്കുന്നുണ്ട്. ശത്രുക്കൾ പിരിഞ്ഞുപോയ ശേഷം രണ്ടുപേരും ഒരു വഴികാട്ടിയുടെ കൂടെ ഒട്ടകപ്പുറത്ത് മദീനയിലേക്ക് നീങ്ങി. സൗർ മലയിൽ നിന്ന് ഹിറാമലയുടെ ദൂരദൃശ്യം. മദീനയുടെ കഷ്ടിച്ച് 3 കിലോമീറ്ററോളം അടുത്ത് കിടക്കുന്ന ഹുബായിലെത്തിയ പ്രവാചകന്റെ ഒട്ടകം അവിടെ മുട്ടുകുത്തി. 4 ദിവസം കൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പനപ്രകാരം പ്രവാചകന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച ഈ ഖുബാ പള്ളി പിൽക്കാലത്ത് സൗദി അറേബ്യൻ ഗവൺമെന്റ് പുതുക്കി പണിതു. പിന്നീട് മദീനയിലേക്ക് സഞ്ചരിക്കുന്ന വഴിയിൽ റാനൂനയിലെ വാദി സാലിമിലെത്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളിയാഴ്ച ആദ്യത്തെ ജുമുഅ നടത്തിയത് ഈ പള്ളിയിൽ വെച്ചാണ്. ഇതാണ് മസ്ജിദുൽ ജുമുഅ. പിന്നീട് ഗവൺമെന്റ് ഇത് പുതുക്കി പണിതു.